നമസ്കാരം, സൈലം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിജയകരമായി പൂർത്തിയാക്കിയ സൈലം ഓൾ കേരള മോക്ക് ടെസ്റ്റിന് ശേഷം ഇതാ വീണ്ടും സൈലം ഒരു ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റിനായി ഒരുങ്ങുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി നന്ദു ലൈനിൽ ചേരുന്നു. നന്ദു, സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് അല്ലെ? സൈലം IAS UPSC 2026 ആസ്പിറൻസിനായി ഒരു ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതെ റിനോ, തീർച്ചയായും നമ്മുടെ സൈലം 2026 UPSC എഴുതുന്ന ആസ്പിറൻസിനായിട്ട് ഒരു ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഈ വരുന്ന ജൂൺ 1, 2025 ജൂൺ 1 ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം സൈലം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ നന്ദു, ഏതൊക്കെയാണ് നമ്മുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ? അതെ റിനോ, നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഏതൊക്കെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സൈലം ഓഫ്ലൈൻ സെൻറ്റേഴ്സിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ സൈലം ക്യാമ്പസുകളിലാണ് നമ്മൾ ഈ 2026 UPSC എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൈലം സ്കോളർഷിപ്പ് എക്സാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ നന്ദു, എങ്ങനെയാണ് ഒരു ആസ്പിരന്റിന് സ്കോളർഷിപ്പ് ലഭ്യമാകുക? അറിനോ, ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കോളർഷിപ്പ് ആ ഒരു പാറ്റേൺ ആണ്. അതായത് ആദ്യത്തെ 2 റാങ്കിൽ വരുന്ന 1ഉം 2ഉം റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ ഓഫ്ലൈൻ സെൻറ്ററുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലും 100% സ്കോളർഷിപ്പോട് കൂടി പഠനത്തിന് അവസരം ഒരുക്കുന്നുണ്ട്. ഇനി 3ഉം 4ഉം 5ഉം സ്ഥാനങ്ങളിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലോ അവർക്ക് 50% സ്കോളർഷിപ്പോട് കൂടി തിരുവനന്തപുരത്തും കോഴിക്കോടും അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇവിടെയും കഴിഞ്ഞിട്ടില്ല. ഇനി അതിനുശേഷം വരുന്ന 10 റാങ്കിലുള്ളവർക്ക് 10% സ്കോളർഷിപ്പോട് കൂടി ഈ 3 ബാച്ചുകളിലും അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ UPSC പഠനം ആരംഭിക്കാവുന്നതാണ്. വ്യക്തമാണ് നന്ദു, വ്യക്തമാണ്. അതായത് ഫീസ് അടയ്ക്കാൻ പണമില്ല എന്ന കാരണത്താൽ ഒരു UPSC ആസ്പിരന്റിന് പ്രിപ്പറേഷൻ മുടങ്ങാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെ സൈലം ഒരുക്കുന്ന ഒരു സുവർണ അവസരമാണിത് അല്ലേ? അതെ റിനു, അതായത് ഒരു UPSC ആസ്പിറന്റിന് കഴിവുണ്ടായിട്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എക്സാം എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് സൈലത്തിൻ്റെ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ഗുണമെന്ന് പറയുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, സൈലം ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ നിങ്ങളുടെ UPSC എന്ന് പറയുന്ന ഡ്രീമിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. താങ്ക് യു നന്ദു. ഇതേ കാര്യം തന്നെയാണ് സൈലം IASനെ മറ്റ് UPSC ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്നത്. നിങ്ങളും ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ UPSC പ്രിപ്പറേഷനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഉടൻ രജിസ്റ്റർ ചെയ്യൂ. മറ്റു പ്രധാന വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.